മരണസംഖ്യ ഉയർന്നിരിക്കുന്നു, 40 ആയിരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തുവരികയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ചെന്നൈ പ്രതിനിധി ശ്രീ PN ശ്രീകുമാർ കൂടി ചേരുകയാണ്. ശ്രീ PN ശ്രീകുമാർ, നമുക്കറിയാം തമിഴക രാഷ്ട്രീയത്തെ തിരുത്തിക്കുറിക്കാൻ ഇറങ്ങിയ വ്യക്തിയാണ് സൂപ്പർ സ്റ്റാർ വിജയ്. തന്റെ സൂപ്പർ സ്റ്റാർഡം വോട്ടായി മാറ്റാമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തുടക്കത്തിലെ ഈ പ്രവർത്തനങ്ങൾ, പൊതുയോഗങ്ങൾ, റാലിയിലൊക്കെ ഉള്ള ആ വലിയ ആൾക്കൂട്ടം അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ടായിരുന്നു. മറ്റ് പാർട്ടികൾക്ക് അത് വലിയ ആശങ്കയും ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഈ അപ്രതീക്ഷിതമായ ദുരന്തം. അതിന് ഒരു വലിയ കാരണം അദ്ദേഹത്തിന് നിരുത്തരവാദിത്തപരമായിട്ടുള്ള നടപടി തന്നെയാണ് എന്നുള്ള വലിയ വിമർശനങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഈ കരൂർ ദുരന്തം വിജയുടെ രാഷ്ട്രീയ ഭാവിയെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ചെന്നൈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയരുന്ന ചർച്ചകൾ. അതോടൊപ്പം ഇതോടുകൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അസ്തമിക്കും എന്നുള്ള ചില ചർച്ചകളൊക്കെ അവിടെ സജീവമായി നടക്കുന്നുണ്ടോ? നമസ്കാരം. തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ ഭാവി എത്രത്തോളം ദീർഘിക്കും എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഒരു ഉത്തരം തന്നെയാണ് ഇത് വേണം കരുതാനായിട്ട്. കഴിഞ്ഞ കുറെ കാലമായിട്ട് MGRന്റെ പോലെ കരുണാനിധിയുടെ ഒരു സിനിമാ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലെത്താമെന്നുള്ള തമിഴ് സിനിമാ ലോകത്തിന്റെ ഒരു പ്രതീക്ഷ ഏതാണ്ട് രജനീകാന്തിൽ കൂടി അവസാനിച്ചതാണ്. അതിനുശേഷം കമലഹാസൻ ശ്രമിച്ചു, അതും നടന്നില്ല. വിജയിയുടെ രാഷ്ട്രീയ ഭാവി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഈ ദുരന്തം കാരണം അതൊരു 6-7 മാസങ്ങൾക്ക് മുമ്പ് അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. വിജയെ സംബന്ധിച്ചുള്ളത് പറഞ്ഞാൽ ഒട്ടും പക്വതയില്ലാത്ത ഏതാനും വിജയുടെ സിനിമ ഒരു പശ്ചാത്തലം അറിയാമല്ലോ. നമ്മുടെ പച്ചാളം ഭാസിമാർ ഒരു 50 പേരെ വെച്ചാൽ മാത്രമേ അയാളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവം വരുള്ളൂ. അത്തരത്തിലുള്ള ഒരു നടനാണ്. ആ നടനാണ് തമിഴകത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കാം എന്നുള്ള ഒരു വലിയ ദുരാഗ്രഹം കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടിയത്. ഇന്നലത്തെ ഈ സംഭവം കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനിയും രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ചർച്ച തന്നെയാണ് തമിഴകത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം. താങ്കളുടെ ഒരു സർക്കിളിലുള്ള തമിഴ് ജനതയൊക്കെ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ് വരുന്നത്? പൂർണ്ണമായും വിജയിയെ വിമർശിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം ഇന്നലത്തെ ഈ ഒരു സംഭവം അത് ഒരു പക്വമതിയായ ഒരു മനുഷ്യന്റെ രീതിയിലുള്ള പ്രവർത്തനം ആയിരുന്നില്ലല്ലോ, ഒരു കാഴ്ച ആയിരുന്നില്ലല്ലോ ഇന്നലെ ഈ സംഭവം നടന്ന ആ ഒരു രംഗത്ത് വിജയ് എന്ന് പറയുന്ന ആളിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം പിന്നെ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവിടെ സ്ഥലം വിടുകയാണ് ചെയ്തത്. അത് അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് തമിഴകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. ചെന്നൈയിലും ഒക്കെ രാഷ്ട്രീയക്കാര് പറയുന്നത് അദ്ദേഹത്തെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടി ശ്രീകുമാർ, അതായത് നമുക്കറിയാം ഇപ്പോൾ DMKയ്ക്കൊക്കെ ഇപ്പോൾ വീണ് കിട്ടിയിട്ടുള്ള ഒരു ആയുധമാണ്. അവർ രാഷ്ട്രീയപരമായി അത് പല തരത്തിലും ഇനിയുള്ള നാളുകളിലുമൊക്കെയും വരുന്ന തിരഞ്ഞെടുപ്പിലും ഒക്കെ ഉപയോഗിക്കും. പക്ഷേ ഈ ഘട്ടത്തിൽ അവരുടെ ഭാഗത്തു നിന്ന്, മറ്റുള്ള പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്നിട്ടുള്ള പ്രതികരണം DMKയ്ക്ക് അടുത്ത നടപടിയിലേക്ക് കടക്കുന്നില്ല എന്ന് ഇതിനോടകം തന്നെ പറഞ്ഞൊരു സാഹചര്യം, അതിനെയൊക്കെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇല്ല, അത് കടുത്ത നടപടിയിലേക്ക് തന്നെ പോകുമല്ലോ, അതിനകത്ത് സംശയമുള്ളത്. കാരണം ഇന്നലെ ഈ ദുരന്തം അറിഞ്ഞ ഉടനെ പിന്നെ കോൺഗ്രസിന്റെ MP ജ്യോതിമണി അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നടപടിയല്ലോ. എത്രയും പെട്ടെന്ന് അവിടെ കരൂരിലെത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഗവൺമെന്റിന്റെ മന്ത്രിമാർ 2-3 പേർ ഉടനെ എത്തി, മുഖ്യമന്ത്രി ഉടനെ എത്തുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതെല്ലാം ഒന്ന് കെട്ടടങ്ങി. ഇപ്പോഴും ദുരന്തമുഖത്ത് ഇനി എത്ര മരണം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു അന്തിമ രൂപം വന്ന ശേഷം ശക്തമായിട്ടുള്ള നടപടി തമിഴ്നാട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് അറിയാവുന്നത്, അതായത് വിജയുടെ ഫാൻ ബേസ് എന്ന് പറയുന്നത് അത് അത്രത്തോളം സുശക്തമാണ്. അത് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നതല്ല ശക്തമായ ഫാൻ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിജയെ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വലിയ പ്രതിഷേധം ഉയരില്ലേ? ഇനി സാധ്യത കുറവാണ്. കാരണം വിജയുടെ ഫാൻ ബേസ് എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഫാൻ ബേസ് അല്ലല്ലോ. അതൊരു ചലച്ചിത്ര നടനോടുള്ള ഒരു ആരാധന മാത്രമാണ് ഈ വിജയന്റെ പിന്നെ റാലികൾക്കും മറ്റും കൂടുന്നത്. അത് കമലഹാസൻ പറഞ്ഞത് ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ ശരിയാവാൻ തന്നെയാണ് സാധ്യത. ഒരു രാഷ്ട്രീയം ഇത്തരം വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ അതിന് തുറന്നടവിലേക്ക് പോകുമ്പോൾ വിജയിനെ പിന്തുണയ്ക്കാൻ ഒരുപാട് ആളുകൾ വരുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട. അതിന് വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഒരു ചെറിയ ശ്രമം, അവരുടെ ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ശ്രമം ഒക്കെ ഉണ്ടാവുന്നുള്ളതിൽ കഴിഞ്ഞൊരു വലിയ ബഹുജന മുന്നേറ്റമൊന്നും വിജയനെതിരെ സ്വീകരിക്കുന്ന നടപടിക്ക് എതിരായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ വ്യക്തമാണ്. നന്ദി ശ്രീ PN ശ്രീകുമാർ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ചെന്നൈ പ്രതിനിധിയാണ് അദ്ദേഹം. അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അടക്കം വിശകലനം ചെയ്യുകയായിരുന്നു.